അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓത്തിന്റെ സുജൂദ് അഥവാ സുജൂദു തിലാവ എന്നതാണ്. പാരായണം ചെയ്യുമ്പോഴോ കേൾക്കുമ്പോഴോ നേരെ സുജൂദിലേക്ക് പോകണമെന്ന് പറയുന്ന പ്രത്യേക വചനങ്ങൾ ഖുർആനിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇത്തരം ആയത്തുകൾ സുജൂദ് തിലാവ ആയത്തുകൾ എന്നറിയപ്പെടുന്നു. വിനയത്തിന്റെയും അനുസരണത്തിന്റെയും അടയാളമായിട്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമ്പോൾ നാം അത് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ 14 സ്ഥലങ്ങളിലായി ഇത്തരം ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ചില പണ്ഡിതന്മാർ 15 സ്ഥലങ്ങളിൽ എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സൂറത്തു അറാഫിലെ 206 വചനം, സൂറത്തു റഅദിലെ 15 വചനം, സൂറത്തു നഹലിലെ 50 വചനം, ഇസ്രായിലെ 109 വചനം, മറിയമിലെ 58 വചനം, ഹജ്ജിലെ 18, 77 എന്നീ വചനങ്ങൾ, ഫുർഖാനിലെ 60 വചനം, നംലിലെ 26 വചനം, സജദയിലെ 15 വചനം, ഫുസ്സിലത്തിലെ 38 വചനം, നജ്മിലെ 62 വചനം, ഇൻഷിഖാഖിലെ 21 വചനം, അലഖിലെ 19 വചനം. അധികമായി 14 കഴിഞ്ഞ് 15 പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമുള്ള ഒരു സ്ഥലം സഅദിലെ 24 വചനമാണ്. ഈ 15 അല്ലെങ്കിൽ 14 ആയത്തുകളാണ് സുജൂദ് തിലാവ ആയത്തുകൾ എന്നറിയപ്പെടുന്നത്. ഈ ആയത്തുകൾ ഓരോന്നും ശക്തമായ ഒരു പാഠം ഉൾക്കൊള്ളുന്നു. സൃഷ്ടികൾ എല്ലാവരും സൃഷ്ടാവായ അള്ളാഹുവിന് വഴങ്ങുന്നുവെന്ന് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ആയത്തുകൾ ഓതുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ നാം ഓരോരുത്തരും അള്ളാഹുവിന് വഴങ്ങി സുജൂദ് ചെയ്യേണ്ടതാണ്. ഈ ഒരു സീരീസിലെ ഇൻട്രൊഡക്ഷൻ വീഡിയോയാണ് ഇത്. ഓരോ 14 ആയത്തുകളും അതിന്റെ വിശദീകരണങ്ങളും തുടർന്നുള്ള സീരീസ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള എല്ലാ വീഡിയോകളും കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് പങ്കുവെക്കുക. ജസാക്കല്ലാഹ് ഖൈർ.